ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാതെയായി. വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ബിസി ആയിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ബാങ്കോക്ക് കാണാനായിട്ട് ഒരു 3 days സ്റ്റേ ചെയ്തത്. അവിടെ നിങ്ങൾ കാണുന്നതാണ് ബാങ്കോക്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത വീട്. നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ. ഈ വീടിൻ്റെ ലിവിങ് റൂമാണ്. ഇനി താഴെ തന്നെയാണ് കിച്ചണും ഉള്ളത്. ഞങ്ങളോട് കിച്ചണൊന്നും വലുതായിട്ട് യൂസ് ചെയ്യലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ടും സ്റ്റവ് കത്തിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. ഈ കാണുന്ന റൂം ഒരെണ്ണം. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. തൊട്ടിപ്പുറത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാൽക്കണി. അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ കാണാം. നല്ല കാം ആൻഡ് പ്ലസൻറ്റ് പ്ലേസ് ആയിരുന്നു. പക്ഷികൾ ചിലയ്ക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കാൻ ഉള്ളായിരുന്നുള്ളൂ. വേറെ ഒന്നും വലുതായിട്ട് ഒരു നോയ്സി ഏരിയ ഒന്നും അല്ലായിരുന്നു. വളരെ കാമായിരുന്നു. ഇവിടെ ഒന്നും ആരും മറ്റുള്ളവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിലാണ് ഇൻവോൾവ് ആവുന്നത്. കണ്ടോ, ഇതാണ് ഫ്രണ്ടിൽ ഇവർ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഒരു മണി പ്ലാന്റ് എല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നു. മണി പ്ലാന്റ് ഭയങ്കര വീക്ക്നെസ്സാണ് ഹസ്ബൻഡിന്. അതെടുത്തുകൊണ്ട് പോയിട്ട് എയർപോർട്ടിൽ ചെക്കിങ്ങിൽ പിടിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെക്കിങ്ങിലൊന്നും പിടിച്ചില്ല. അതിപ്പോഴും ആ മണി പ്ലാന്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ബാങ്കോക്ക് ടൂർ പോയതിൻ്റെ ഓർമ്മയായിട്ട് ഇപ്പോഴും ആ മണി പ്ലാന്റ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. വലുതായിട്ട് പുറത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോയ സ്ഥലമാണ് സഫാരി വേൾഡ്. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് തന്നെയാണ് പറയേണ്ടത്. സഫാരി വേൾഡിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. കയറി ചെല്ലുമ്പോൾ തന്നെ ഫൗണ്ടെയിൻ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആനിമൽസിൻ്റെ പ്രതിമകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. സഫാരി വേൾഡിൽ ചെന്നതും ഞങ്ങൾ ആദ്യമായി കണ്ട മനോഹരമായ കാഴ്ച എന്തെന്ന് വെച്ചാൽ പക്ഷികളൊക്കെ ആകാശത്ത് ഒരുപാട് കൂട്ടം കൂടി പറക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു എൻഡില്ല. പിന്നെ മരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ഷികൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഞങ്ങളതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. സഫാരി വേൾഡിൻ്റെ അവിടെ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോവുകയായിരുന്നു സഫാരി വേൾഡിൻ്റെ ഉള്ളിലേക്ക്. ഇനിയാണ് നമ്മൾ കുറേ പേരെ പരിചയപ്പെടാൻ പോകുന്നത്. സഫാരി പാർക്കിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കവർ ചെയ്തൊരു വാനിലാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ നാച്ചുറലായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അടിപൊളിയായിട്ട് കാണും.
വണ്ടിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ കാണുന്നത് ഈ പക്ഷിയെയാണ്. ഈ പക്ഷിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ വഴി നീളെ കുറേ പക്ഷികൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വീഡിയോ ശ്രദ്ധിച്ചു കണ്ടാൽ മനസ്സിലാവും, അവിടെ ഇവിടെയായിട്ട് കുറച്ച് അനിമൽസ് കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ക്യാമലൊക്കെ നിൽക്കുന്ന കണ്ടു. പിന്നെ എല്ലാ മരത്തിലും അവിടെ ഇവിടെയായിട്ട് കുറച്ച് പക്ഷികളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കാര്യമായിട്ട് നടന്നു പോകുന്നത് കണ്ടല്ലോ. ഇനിയാണ് നമ്മൾ കാട്ടിലെ മെയിൻ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാരാണിങ്ങനെ കിടക്കുന്നത് മനസ്സിലായോ? നമ്മളെ രാജാവ് തന്നെയാണ്, സിംഹം. ഓരോ മൃഗങ്ങളുടെ അടുത്തെത്തുമ്പോഴും വണ്ടി നല്ലപോലെ സ്ലോ ചെയ്തു തരും കേട്ടോ. കുറച്ചു നേരം നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് സീബ്രാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരത്തിൽ പക്ഷികൾ ഇരിക്കുന്നത് കാണുന്നു. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മരത്തിൽ പക്ഷികൾ ഇരിക്കുന്നത് നോക്കിയേ, എന്തുമാത്രം പക്ഷികളാണ് ഒരു മരത്തിൽ തന്നെ ഉണ്ടെന്ന്. എൻ്റെ മോൾ ആദ്യമായിട്ടാണ് ഈ മൃഗങ്ങളെയൊക്കെ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ ഹാപ്പിയും ആയിരുന്നു. ആൾ ആനിമൽസിന് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ ജിറാഫിനെ കാണാം.
ഇത്രയും വർഷത്തിൽ ഒരുപാട് ജിറാഫ് ഒരുമിച്ച് നിൽക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ കുറച്ച് ഹിപ്പോസ് ഒക്കെ ഉണ്ട്. ആനകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ കാട്ടിലെ രാജാവിനെ കണ്ടോ? ഗമയായിട്ട് കിടക്കുകയാണ്. ഗൗരവമുണ്ട് കേട്ടോ. എൻ്റെ മോളാണെങ്കിൽ അത് നടന്ന് മുമ്പോട്ട് വരുന്നത് കണ്ടപ്പോഴേക്കും വാന്ന് വിളിച്ചു തുടങ്ങി. മുമ്പോട്ട് വരാൻ പറയും. അവിടെ ബോർഡിൽ കണ്ടപ്പോഴത്തേക്കും ഹിപ്പോയുടെ ഏരിയ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയപ്പോൾ ഈ വെള്ളത്തിലൊരനക്കം. ആശാനകത്തുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പൊങ്ങി താഴ്ന്നു പോകണുണ്ട്. ഇവിടെയൊക്കെ കരടിക്കുട്ടൻ്റെ ഏരിയയാണ്. നമ്മുടെ കരടി എണ്ണ നല്ല അടിപൊളിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഫാരി വേൾഡിലെ സഫാരി പാർക്കിലെ വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വേറെ ഷോസൊക്കെ, ആനിമൽ ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. Thanks for watching.